മിക്ക ആൾക്കാരും എന്നോട് ഇപ്പോഴും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് അഡോബിൻ്റെ ഡൈനാമിക് ലിങ്ക്. സോ ഇന്ന് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് അഡോബ് പ്രീമിയർ പ്രോയും ആഫ്റ്റർ എഫക്ട്സും തമ്മിൽ ഡൈനാമിക് ലിങ്ക് യൂസ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് എന്താണ് ഡൈനാമിക് ലിങ്ക്? സോ ഞാൻ പ്രീമിയർ പ്രോയിൽ ഒരു പ്രോജക്റ്റ് എഡിറ്റ് ചെയ്യുവാണ് ആൻഡ് എനിക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഇവിടെ നിന്ന് ഞാൻ ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്തിട്ട് ആഫ്റ്റർ എഫക്ട്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക, ദെൻ അവിടെ എഡിറ്റ് ചെയ്യുക, ദെൻ ആഫ്റ്റർ എഫക്ട്സിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് തിരിച്ച് പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു പകരം ഈ രണ്ട് സോഫ്റ്റ്വെയർസും ലിങ്ക് ചെയ്തിട്ട് ഒരേ ടൈമിൽ ഈ പ്രോജക്റ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു പ്രോസസ്സാണ് ഡൈനാമിക് ലിങ്ക്. ആൻഡ് ഡൈനാമിക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡ്സ് ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. നമുക്ക് പ്രീമിയർ പ്രോയുടെ ഉള്ളിൽ തന്നെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ കോമ്പോസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ വീഡിയോയിൽ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ആ ടെക്സ്റ്റ് ആനിമേഷൻ എനിക്ക് ആഫ്റ്റർ എഫക്ട്സിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് അതിനുവേണ്ടി ഫയൽ, അഡോബ് ഡൈനാമിക് ലിങ്ക്, ഇവിടെ ന്യൂ ആഫ്റ്റർ എഫക്ട്സ് കോമ്പോസിഷൻ സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നമ്മൾ പ്രീമിയർ പ്രോയിൽ ക്രിയേറ്റ് ചെയ്ത കോമ്പോസിഷൻ്റെ വിത്തും ഹൈറ്റും അതിൻ്റെ ഫ്രെയിം റേറ്റ് എല്ലാം കാണിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഓക്കെ കൊടുക്കാം. ആൻഡ് ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിക്കോളും. ഫസ്റ്റ് നമ്മൾ ഈ ഫയൽ എവിടെയെങ്കിലും സേവ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുവാണ്. ജസ്റ്റ് അഡോബ് ഡൈനാമിക് ലിങ്ക് കൊടുക്കാം, ദെൻ സേവ് കൊടുക്കാം. സോ ഇവിടെ ഒരു ബ്ലാങ്ക് കോമ്പോസിഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കോമ്പോസിഷൻ പ്രീമിയർ ആയിട്ട് ലൈവായിട്ട് ലിങ്ക് ആണ്. അതായത് നമ്മൾ എന്ത് ആഫ്റ്റർ എഫക്ട്സിൽ ചേഞ്ച് വരുത്തിയാലും ലൈവായിട്ട് തന്നെ ആഫ്റ്റർ എഫക്ട്സിൽ അത് അപ്ഡേറ്റ് ആവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ പ്രോജക്റ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡൈനാമിക് ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഡൈനാമിക് ലിങ്ക് 1 എന്ന് കൊടുത്തു. ദെൻ നമുക്കത് ഡ്രാഗ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് പ്ലേസ് ചെയ്യാം. സോ ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് കോമ്പോസിഷൻ വന്നിട്ടുണ്ട്. ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്, ബിക്കോസ് നമ്മൾ ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇനി ഞാൻ ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുവാണ്. ദെൻ ടൈപ്പ് ടൂൾ എടുക്കുവാണ്. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് അലൈൻ ചെയ്യാം. കൺട്രോൾ ഓൾ ടു ഹോം, കൺട്രോൾ ഹോം. ആൻഡ് ബൈ ദ വേ, നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ഒരു ഡൈനാമിക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 30 സെക്കൻഡ്സ് ആയിരിക്കും കോമ്പോസിഷൻ്റെ ഡ്യൂറേഷൻ. നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ കോം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുവാണ്, കൺട്രോൾ കെ. ദെൻ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, ഓക്കെ കൊടുക്കുവാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ആനിമേഷൻ കൊടുക്കാം. സോ ഞാൻ ഇവിടെ ലെയർ സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് റൈറ്റർ എഫക്റ്റ് കൊടുക്കുവാണ്. ടൈപ്പ് റൈറ്റർ, എൻ്റർ പ്രസ് ചെയ്യാം. സോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ടെക്സ്റ്റ് ഇവിടെ ആനിമേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്യാം. ആൻഡ് പ്രീമിയർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇത് ടെക്സ്റ്റ് ഇവിടെ ലൈവായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സേവ് പോലും ചെയ്തിട്ടില്ല, ജസ്റ്റ് പ്രീമിയർ ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. പ്ലേ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ? ഇനി ഞാൻ ഇവിടെ തിരിച്ച് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുവാണ്. നമുക്കൊരു ഗ്ലോ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ലെയർ സെലക്ട് ചെയ്തു, അതിലേക്ക് ഗ്ലോ ആഡ് ചെയ്യുവാണ്. ലെയർ സെലക്ട് ചെയ്തു, ഗ്ലോ ഇഫക്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റേഡിയസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഓൾസോ ഇൻറ്റൻസിറ്റിയും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, നൈസ്, ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ പ്രോജക്റ്റ് സേവ് പോലും ചെയ്യുന്നില്ല. ഇനി ആഫ്റ്റർ എഫക്ട്സ് മിനിമൈസ് ചെയ്യുവാണ്. സോ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയറിൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഡൈനാമിക് ലിങ്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ കോമ്പോസിഷൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഓൾ ടു ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുവാണ്. സോ ഇത് കണ്ടോ, ആ ടെക്സ്റ്റ് ആനിമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ, ഇവിടെ ഫയലിലേക്ക് വരിക. ദെൻ അഡോബ് ഡൈനാമിക് ലിങ്ക്, ന്യൂ ആഫ്റ്റർ എഫക്ട്സ് കോമ്പോസിഷൻ സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ പ്രസ് ചെയ്യുക. ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ദെൻ ഇവിടെ പ്രോജക്റ്റിൽ വന്നിട്ടുണ്ട്. റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാം. ADL2 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ദെൻ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് പ്ലേസ് ചെയ്യാം. ഇത് കണ്ടോ? എന്നിട്ട് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് വരുത്താൻ വേണ്ടി പറ്റും. ആൻഡ് ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ആൻഡ് സെക്കൻഡ് മെത്തേഡാണ് നമുക്ക് പ്രീമിയറിൽ നിന്ന് ക്ലിപ്പ് ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ക്ലിപ്പിൽ വരുത്തണമെങ്കിൽ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് കാണിക്കാം. ദെൻ റൈറ്റ് ക്ലിക്ക്, ഇവിടെ റീപ്ലേസ് വിത്ത് ആഫ്റ്റർ എഫക്ട്സ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. സോ ഇവിടെ ആഫ്റ്റർ എഫക്ട്സിൽ ക്ലിപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഓൾറെഡി ആഫ്റ്റർ എഫക്ട്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് സേവ് ചെയ്യാൻ വേണ്ടി കാണിക്കാത്തത്. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പ്രോജക്റ്റ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. സോ സേവ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ലെയർ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്, കൺട്രോൾ D. ദെൻ ഞാൻ ഇവിടെ മാസ്ക് ടൂൾ എടുത്തിട്ട് ഇത്ര ഏരിയ ഒന്ന് മാസ്ക് ചെയ്യുവാണ്. ദെൻ അതിൻ്റെ സ്കെയിൽ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഓക്കെ, സ്കെയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മേ ബി നമുക്ക് ഡ്രോപ്പ് ഷാഡോ ഒന്ന് ആഡ് ചെയ്യാം. ഡ്രോപ്പ് ഷാഡോ ആൻഡ് ഒപ്പാസിറ്റി കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഡിസ്റ്റൻസ് കുറച്ച് ഇൻക്രീസ് ചെയ്യാം. സോഫ്റ്റ്നെസ് കൂടെ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. സോ ഇങ്ങനെ ഒരു എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുവാണ്. ദെൻ നമുക്ക് ബ്ലറിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആഫ്റ്റർ എഫക്ട്സിലേക്ക് വരുവാണെങ്കിൽ, ഇനി നമ്മൾ പ്രീമിയർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടോ, നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്ത കാര്യം ഇവിടെ പ്രീമിയറിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, പ്രീമിയറിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുവാണ്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താം. ഞാൻ ഇവിടെ ലെയർ സെലക്ട് ചെയ്യുവാണ്. ദെൻ അതിലേക്ക് സ്ട്രോക്ക് ഇഫക്റ്റ് ആഡ് ചെയ്യുവാണ്. സ്ട്രോക്ക്
എന്നിട്ട് സ്ട്രോക്കിൻ്റെ ബ്രഷ് സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പ്രീമിയർ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇത് കണ്ടോ, പ്രീമിയറിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഡൈനാമിക് ലിങ്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡൈനാമിക് ലിങ്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തു ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇവിടെ 2 മെത്തേഡ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കിവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ചെയ്ത പ്രോജക്റ്റ് ഫയൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ലെയർ സെലക്ട് ചെയ്തു. എഫക്റ്റ് കൺട്രോൾസിലേക്ക് പോയിട്ട് സ്ട്രോക്ക് കളർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. മേ ബി ഒരു യെല്ലോ കളർ കൊടുക്കാം. ദെൻ ഓക്കെ പ്രസ് ചെയ്യുവാണ്. നമുക്ക് പ്രീമിയർ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡ് കാണിക്കാം. ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ട് ആഫ്റ്റർ എഫക്ട്സ് ക്ലോസ് ചെയ്യുവാണ്. ഓക്കെ, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രീമിയർ ഓപ്പൺ ചെയ്യാം. പ്രീമിയർ ഓപ്പൺ ചെയ്തു. എനിക്ക് ഈ ലെയറിൽ ഈ ഒരു കോമ്പോസിഷനിൽ എനിക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ സെലക്ട് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക്. ഇവിടെ നമുക്ക് എഡിറ്റ് ഒറിജിനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യാം. ആൻഡ് അത് സെലക്ട് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആവും. ആൻഡ് ആ കോമ്പോസിഷൻ ലോഡ് ആയിക്കോളും. ആൻഡ് ആ കോമ്പോസിഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം. ആൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രീമിയറിൽ അപ്ഡേറ്റ് ആയിക്കോളും. പ്രീമിയർ ഓപ്പൺ ചെയ്യാം. ആൻഡ് പ്രീമിയറിൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് ലിങ്ക് യൂസ് ചെയ്തിട്ട് ആഫ്റ്റർ എഫക്ട്സിലും പ്രീമിയർ പ്രോയിലും ഒരേ ടൈമിൽ വർക്ക് ചെയ്യുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.